ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്നൊരു മണി മെഡിറ്റേഷൻ ചെയ്ത് നോക്കാം. ഗോൾഡൻ ട്രീ മെഡിറ്റേഷൻ. നിങ്ങൾക്കിതിലൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് പണത്തെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മൈൻഡ് പവർ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞാനിതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായും പാലിച്ചുകൊണ്ട് ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുക. ഈ ഒരു മെഡിറ്റേഷനിൽ നമുക്ക് 4 മിനിറ്റ് 44 സെക്കൻഡ് നേരം നിങ്ങളുടെ ആ ഒരു പണത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ആഗ്രഹം എന്താണോ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ മറ്റൊരു കാര്യങ്ങളും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ സ്വസ്ഥമായ ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് കാമായിട്ടുള്ള ഒരു മനസ്സോടുകൂടി റിലാക്സ്ഡ് ആയിട്ടിരുന്നുകൊണ്ട് വേണം ഈ ഒരു കാര്യം ചെയ്യാൻ. നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ബിസി ആയിട്ടിരിക്കുക, ടി വി കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു കാര്യം ചെയ്യരുത്. വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം കണ്ടു ചെയ്യണം. ആദ്യം തന്നെ നിങ്ങൾ സ്വസ്ഥമായിട്ടൊരു സ്ഥലത്തിരിക്കുക. അതിനുശേഷം നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് എടുക്കുന്നതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആവുക. അതിനുശേഷം വേണം ഈ ഒരു മെഡിറ്റേഷനിലേക്ക് കടക്കാൻ. നിങ്ങൾക്ക് ഈ ഒരു മെഡിറ്റേഷനിലൂടെ 48 മണിക്കൂറിനുള്ളിൽ പണത്തെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. പണം എന്ന് പറയുമ്പോൾ അതൊരു എനർജിയാണ്. അത് ഏത് രീതിയിലും നിങ്ങളുടെ അടുത്തേക്ക് വരാം. ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ലഭിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങളൊരു ലോട്ടറി വിൻ ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ ഇതൊന്നുമല്ലാതെ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കാം. പണമോ അതിൻ്റെ ഫോമിലുള്ള മറ്റെന്തെങ്കിലും കാര്യമോ നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഒരുപക്ഷെ നിങ്ങൾ പലപ്പോഴായി ആർക്കെങ്കിലുമൊക്കെ പൈസ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാം. അപ്രതീക്ഷിതമായി നിങ്ങളിലേക്ക് പണമോ പണത്തിൻ്റെ മൂല്യമുള്ള വസ്തുതകളോ എത്തിച്ചേരും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു മെഡിറ്റേഷനാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. പക്ഷേ നിങ്ങളൊരിക്കലും ചിന്തിക്കേണ്ടത് നിങ്ങൾക്കത് കിട്ടണം എന്നുള്ള രീതിയിലായിരിക്കരുത്. നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സനുഭവിക്കുന്ന ആനന്ദം, ആ ഒരു ഫീലിങ്സ് ഇവിടെ കൊണ്ടുവരുന്നതിലാണ് നിങ്ങൾ വിജയിക്കുക. പലപ്പോഴും ഇത്തരത്തിലുള്ള മെഡിറ്റേഷൻ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന പലരും ഇതിൽ പറയുന്ന ഒരു റൂൾസും പാലിക്കാത്തവരായിരിക്കും. അല്ലെങ്കിൽ അവർ പ്രാക്ടിക്കലി പറയുന്ന രീതിയിലായിരിക്കില്ല കാര്യങ്ങൾ ചെയ്യുന്നത്. സപ്പോസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും പണം നിങ്ങളുടെ ലൈഫിലുണ്ട് എന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യം എങ്ങനെയായിരിക്കും? ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന രീതിയിലായിരിക്കുമോ അന്നേരം നിങ്ങൾ ജീവിക്കുക? അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ, ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ, നിങ്ങളുടെ ചെരുപ്പ്, നിങ്ങളുടെ വാച്ച്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ചിലപ്പോൾ നിങ്ങളുടെ അപ്പിയറൻസ് തന്നെ മാറിയെന്നിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ, അത്രയും പണം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം സന്തോഷിക്കുമോ ആ ഒരു ഫീലിങ്സ് നിങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത് വരണമെന്നല്ല, അത് വന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫ് എങ്ങനെ ചേഞ്ച് ചെയ്യുമോ അതാണ് നിങ്ങളിവിടെ കാണേണ്ടത്. ഞാൻ നിങ്ങൾക്ക് 4 മിനിറ്റ് 44 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ക്ലിയറിങ് ആൻഡ് പണത്തെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീക്വൻസിയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു ഗോൾഡൻ ട്രീ ആ ഒരു സ്ക്രീനിൽ കാണും. ഗോൾഡൻ ട്രീ കാണുന്ന സമയത്ത് നിങ്ങളുടെ ആഗ്രഹം നടന്നതായി സങ്കല്പിച്ച് ആ ഗോൾഡൻ ട്രീയോട് നന്ദി പറയുകയും ആ ഗോൾഡൻ ട്രീയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും, പണത്തെ സംബന്ധിച്ച എല്ലാ ആഗ്രഹങ്ങളും നടക്കുന്നതായിട്ടും നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരിക്കലും പണം എന്നിലേക്ക് വരണം എന്നൊരു വാശി, അല്ലെങ്കിൽ ആ ഒരു ഇല്ലായ്മയെക്കുറിച്ച് ഒന്നും നിങ്ങൾ ഈ ഒരു സമയത്ത് ചിന്തിക്കാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫ്രീഡമാണുള്ളത്. നിങ്ങളുടെ ലൈഫ് എങ്ങനെ വേണേൽ നിങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്ക് ഇതെല്ലാം വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് എന്താണോ അത് നിങ്ങൾ കാണുക. പിന്നെ എല്ലാവർക്കും ഇത് ഒരുപോലെ വർക്ക് ആവണമെന്നില്ല. ഓരോരുത്തരുടെ മൈൻഡ് പവറിൽ വ്യത്യാസമുണ്ട്. നിങ്ങളിത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അത്രയും മൈൻഡ് പവർ ഉള്ളൊരു വ്യക്തിയാണ്. നിങ്ങളിത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് അബൻഡൻസ് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. ആ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ പണം
നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തി തരാനുള്ളതാണ്. അത് നടത്തി തന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് എന്താണോ അതാണ് നിങ്ങളിവിടെ കാണേണ്ടത്. ആ ലൈഫ് കണ്ടുകൊണ്ട് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിനി മെഡിറ്റേഷനിലേക്ക് കടക്കാം. റിലാക്സ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മെഡിറ്റേഷൻ പൂർത്തിയാക്കിയിരിക്കുകയാണ്.
നിങ്ങളുടെ പണത്തെക്കുറിച്ചുള്ള ഒരു ചിന്തകളും ഇനി നിങ്ങളെ അലട്ടാൻ പാടില്ല. ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന കാര്യം എല്ലാ മെഡിറ്റേഷനിലും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഈ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ നിങ്ങളെല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്ന നിമിഷം നിങ്ങൾ വന്ന് കമൻ്റ് ഇടുക. നിങ്ങൾക്ക് അതൊരു ഗിഫ്റ്റ് വൗച്ചർ ആയിരിക്കാം, ആരെങ്കിലും തരുന്ന ഗിഫ്റ്റ് ആയിരിക്കാം, നിങ്ങൾക്ക് ലഭിക്കുന്ന ഡിസ്കൗണ്ട് ആയിരിക്കാം, നിങ്ങൾക്ക് ലഭിക്കാനുള്ള പണം ലഭിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ സാലറിയിൽ എന്തെങ്കിലും ഇൻക്രിമെൻറ്റ് ലഭിക്കുന്നതായിരിക്കാം. ഏത് ഫോമിലാണെങ്കിലും പണം നിങ്ങളിലേക്ക് എത്തും. നിങ്ങളുടെ കമൻറ്റ് മറ്റുള്ളവർക്ക് ഈ ഒരു മെഡിറ്റേഷൻ ചെയ്ത് നോക്കാനുള്ള പ്രചോദനമായി മാറും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.